ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അജ്റാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എൻ്റെ അടുത്ത് മൈക്കും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് സൗണ്ടിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നോട്. നമ്മൾ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ചിക്കനും ഉരുളൻകിഴങ്ങൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വലിയ ജീരകവും കൂടി ഒന്ന് ചതച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റിനുള്ള ഉള്ളിയൊക്കെയാണ് അത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും വലിയ ജീരകവും ചതച്ചതും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിൻ്റെ ഒരു പച്ചമണത്തിൻ്റെ ഒരു ഇത് കുത്തുണ്ട്, അതൊന്ന് കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ചിക്കന് ക്രഷ് ചെയ്തതുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് ഇതിലേക്ക് വേപ്പിൻ്റെ ഇലയും ചപ്പും അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മിക്സിയിലിട്ടൊന്ന് എല്ലില്ലാതെ എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാട്ടത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഇത് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഉള്ളി വാട്ടിയപ്പോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി. ഉള്ളി വാട്ടിയപ്പോൾ ഞാനത് ഇടാൻ മറന്നു പോയതാട്ടോ. നമ്മൾ ഉള്ളി വാടി വരുമ്പോൾ നമ്മളത് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുരുമുളക് ഇട്ടിട്ടാണ് ഞാൻ ചിക്കൻ വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലിനി കുരുമുളക് നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇതിലേക്ക്. അപ്പോൾ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ചേർത്തിട്ട് നന്നായിട്ട് വെക്കുക. പിന്നെ ഈ 1/4 ടീസ്പൂൺ എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾ എത്രയാണ് ഇത് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചൊക്കെ കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കണുള്ള പാനുകൊണ്ടാണ് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഗരം മസാലയും 1/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ളത്. ഇതൊന്നും കൊണ്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉരുളൻകിഴങ്ങ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ബ്രെഡ് ക്രംസും അതുപോലെ തന്നെ മുട്ടയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ നമ്മളെ ഫില്ലിംഗ് ഒക്കെ ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ ഫില്ലിങ് 2 പാർട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഫില്ലിങ് വെച്ചിട്ട് തന്നെ നമ്മൾ സമൂസ ഷീറ്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇത് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനിത് നമ്മൾ കട്ട്ലേറ്റിനും ഇത് സമൂസ ഷീറ്റ് വെച്ചിട്ട് ചെയ്യണം. സമൂസ അല്ല കേട്ടോ, അതുപോലെ തന്നെ ഒരു ഇത് ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഞാൻ ചെയ്യണ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇത് ബ്രെഡ് ക്രംസ് നമുക്ക് ഇത് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ട. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഷേപ്പാക്കി വെക്കാം. നമുക്ക് എങ്ങനെയാണോ നമുക്ക് അറിയണ പോലെ നമുക്കറിയണ പോലത്തെ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ ഇതുപോലെ ആക്കി എടുക്കാം. ഈ കട്ട്ലേറ്റിൻ്റെ അതൊക്കെ ഒരേപോലെ ഷേപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ സമൂസ ഷീറ്റ് ആയിട്ടുള്ളത് ചെയ്ത് കാണിക്കാം കേട്ടോ. നമ്മൾ കട്ട്ലേറ്റ് ഇതാ ഒക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സമൂസ ഷീറ്റ് ആയിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിട്ടൊന്ന് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കിയെടുക്കുക. ലാസ്റ്റ് വരെ ഇങ്ങനെ മടക്കിക്കൊണ്ട് റൂളാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മളിതാ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ ലൂസായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അതെടുക്കുക, ഇവിടെ ഇങ്ങനെ തേക്കുക, ഒന്നുകൊണ്ട് ഒട്ടിച്ചെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ പണി. ഒന്നിനെ ഒട്ടിച്ചെടുക്കുക. ഇതെങ്ങനെയുണ്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ലാസ്റ്റിൽ ഇങ്ങനെയുണ്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ 2 ഭാഗത്തും ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക.
ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടല്ലോ മുട്ടയൊക്കെ, നമ്മൾ കലക്കി വെച്ച് ഈ മുട്ടയിൽ ഇതിൻ്റെ രണ്ടറ്റവും ഒന്നിങ്ങനെ ടിപ്പ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലൊന്നിങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കുക രണ്ടറ്റം കേട്ടോ. അപ്പോൾ ഒക്കെ നമുക്കിതുപോലെ ആക്കിയെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കട്ട്ലേറ്റ് നമ്മൾ മുട്ടയിലൊക്കെ മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സമോസയുടെ ഷീറ്റ് വെച്ചിട്ടുള്ള അതും നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ഇതാ ഒരു പാൻ വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി നമുക്ക് ഓരോന്ന് ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. അപ്പോൾ സമോസ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ സാധാ സമൂസ ഒക്കെ ഫില്ല് ചെയ്ത് പൊരിക്കുന്ന പോലെ തന്നെയാണ്. നമുക്കിത് പെട്ടെന്ന് സമൂസ ഷീറ്റിൽ പൊരിഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും. പിന്നെ ഇപ്പോൾ ഉള്ളിൽ ഫില്ലിംഗ് ഒന്നും വേവാനൊന്നുമില്ലല്ലോ, നമ്മളിത് വേവിച്ചിട്ടല്ലേ വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ കട്ട്ലേറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ അത് കോരി എടുത്തിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട്ലേറ്റും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഇതും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കട്ട്ലേറ്റും അതുപോലെ തന്നെ നമ്മൾ സമൂസ ഷീറ്റ് വെച്ചിട്ട് ചെയ്തതും, പിന്നെ അതിൽക്ക് ഇതാ വീഡിയോയിൽ ഉണ്ടാക്കുന്നത് വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ അതിൽക്കൊരു മയോണീസും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. മയോണീസ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയണതല്ലേ. അപ്പോൾ ഒരു മയോണീസും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് വിഭവവും തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, എല്ലാവരും കൂടെ നിൽക്കണം. അപ്പോൾ നമ്മൾ ഒരു വിഭവം വെച്ചിട്ടാണ് ഈ രണ്ട് ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയവർ എന്നോട് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തതുപോലെ വീഡിയോ ആയിട്ടിടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.